ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓറഞ്ച് ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? സൗന്ദര്യം ആഗ്രഹിക്കുന്നവർക്കായി ഓറഞ്ച് കൊണ്ടുള്ള ചില പൊടിക്കൈകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓറഞ്ച് കൊണ്ടുള്ള ഏത് സൗന്ദര്യ സംരക്ഷണ വസ്തുവും എണ്ണമയമുള്ള ചർമ്മക്കാർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പഴയ ചർമ്മകോശങ്ങളെ നശിപ്പിച്ച് പുതിയവ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. കൂടാതെ ചർമ്മത്തിന് യൗവനവും സൗന്ദര്യവും നൽകുന്നു. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയുമാണ് ഈ ഗുണങ്ങൾ നമുക്കായിട്ട് നൽകുന്നത്. ഓറഞ്ചിൻ്റെ നീരും അതുപോലെ തന്നെ പാലും കൂട്ടിക്കലർത്തി മുഖത്ത് പുരട്ടുന്നത് മൃതകോശങ്ങൾ അകറ്റി ചർമ്മം സുന്ദരമാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഓറഞ്ചിൻ്റെ നീരും ചെറുനാരങ്ങ നീര്, തൈര് എന്നിവ ചേർത്ത് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഓറഞ്ച് നീരും മുളങ്കി നീരും കൂടി പൊടിച്ച് ഉഴുന്നും ചേർത്ത് നിത്യേന മുഖത്ത് പുരട്ടുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമുക്കൊരു വലിയ സ്പൂൺ അരിപ്പൊടിയും ഓറഞ്ചിൻ്റെ നീരും കൂടി ഒഴിച്ച് കുഴച്ച് മുഖത്ത് പുരട്ടി ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുകിക്കളയാം. ഇതും നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഓറഞ്ച് നീരിൽ അല്പം റോസ് വാട്ടർ ചേർത്തിളക്കി ഇത് നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ട് യൂസ് ചെയ്യാം. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നല്ല തെളിച്ചമുള്ള ചർമ്മം ലഭിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. മാത്രമല്ല, വെയിലേറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ ഇല്ലാതാക്കാനായിട്ട് ഓറഞ്ച് ഉപയോഗിച്ചുള്ള ഫേഷ്യൽ മസാജിന് കഴിയും. ഓറഞ്ച് 2ആയിട്ട് മുറിച്ച് അതുപയോഗിച്ച് മുഖത്ത് മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം. മുഖത്തെ അഴുക്കെല്ലാം പോയി ചർമ്മം തിളക്കമുള്ളതാക്കാനായിട്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കുക. അല്പം ചൂടോടെ തന്നെ മിക്സിയിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു കണ്ടെയ്നറിലാക്കി ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ ഓറഞ്ച് പൊടി കൊണ്ട് ധാരാളം സൗന്ദര്യ സംരക്ഷണ മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ കുരു ഉണക്കി പൊടിച്ച് മുഖത്ത് പുരട്ടുന്നതും മുഖക്കുരുവും അതുപോലെ ഉണ്ടാകുന്ന പാടുകളും അകറ്റി നമ്മുടെ ചർമ്മം സുന്ദരമാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതിൽ അല്പം പനിനീര് ചേർത്ത് മുഖത്ത് അരമണിക്കൂർ ഇട്ടതിന് ശേഷം കഴുകിക്കളയുന്നത് വെയിൽ കൊണ്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറുന്നതിനും മുഖക്കുരു അകറ്റാനായിട്ടും ഇത് നമ്മളെ സഹായിക്കും. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് അതിലേക്ക് ഓട്സും തൈരുമായിട്ട് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടുന്നതും ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സ് അകറ്റാനും മുഖത്തെ കരിവാളിപ്പ് ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ചർമ്മം വൃത്തിയാക്കുന്ന ക്ലെൻസറിൻ്റെ ഗുണം നൽകാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിന് കഴിയുകയും ചെയ്യും. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത് പാലിനൊപ്പം ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടുന്നത് ഈ വരണ്ട ചർമ്മം അകറ്റി ചർമ്മം മൃദുവാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയും മഞ്ഞൾപ്പൊടിയും തൈര് ഇതിത്രയും കൂടി ചേർത്തുണ്ടാകുന്ന ഈ ഒരു മിക്സ് നമ്മൾ മുഖത്ത് പുരട്ടുന്നത് മുഖത്തെ കരിവാളിപ്പ് അകറ്റാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് ഉണങ്ങിയ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച് ഇത് നമുക്ക് തൈരുമായിട്ട് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടാം. ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതിൽ കടലമാവും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ട് ഉപയോഗിക്കാം. ഇത് ചർമ്മത്തിന് നല്ല തിളക്കവും അതുപോലെ ഭംഗിയും നൽകാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് ഉപ്പും ചേർത്ത് പല്ല് തേക്കുന്നതും പല്ലുകളുടെ വെണ്മയ്ക്കും വളരെ നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓറഞ്ച് കൊണ്ട് നമുക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ മാത്രമല്ല ഇതുപോലുള്ള സൗന്ദര്യപരമായ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഓറഞ്ചിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ടിപ്പുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ചുമന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തന്നെ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണും വരും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.